ഓണം പടിവാതിൽക്കൽ എത്തി നിൽക്കെ ചെലവുകൾക്കായി പണം കണ്ടെത്താൻ കഴിയാതിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വീണ്ടും കടമെടുപ്പുകൾക്ക് അനുമതി തേടി കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ്. 20,000 കോടിയോളം രൂപ ഓണച്ചെലവുകൾക്ക് വേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക് പറയുന്നത്. കേന്ദ്രം കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിന് കരകയറാൻ സാധിക്കുകയുള്ളൂ. ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് ഇനത്തിലെ 3,323 കോടിയും ദേശീയപാത വികസനത്തിനായി ചെലവഴിച്ച 6,000 കോടിയും GST ക്രമീകരിച്ചതിൽ കുറവ് വന്ന 18,77,00,000 അടക്കം 11,180 കോടി വായ്പ എടുക്കാനുള്ള അനുമതിയോടൊപ്പം പരമാവധി തുക സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് ധനമന്ത്രി ബാലഗോപാലൻ അഭ്യർത്ഥന നടത്തിയത്. കൂടാതെ ഇന്ധന കമ്പനികളിൽ നിന്നും നികുതി സമയബന്ധിതമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിനു പുറമെ ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായി നികുതി വാങ്ങാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ജീവനക്കാർക്കുള്ള ഓണം ബോണസ്, ഉത്സവ ഭത്ത തുടങ്ങിയവയ്ക്ക് പുറമെ 62 ലക്ഷം രൂപ 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുകയും വേണം. ജീവനക്കാർക്ക് ഒരു ഗഡു ക്ഷാമബദ്ധ അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിയുടെ പരിഗണനയിൽ ഉണ്ട് എങ്കിലും ഓണത്തിന് മുമ്പ് വേണോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണോ എന്നുള്ള കാര്യത്തിലാണ് തീരുമാനമാകാനുള്ളത്. സർക്കാർ ജീവനക്കാർക്ക് 4,000 രൂപ ബോണസും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2,750 രൂപയുമാണ് കഴിഞ്ഞ വർഷം നൽകിയിരുന്നത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിൽ വിരമിച്ചവർ അടക്കമുള്ള സർവീസ് പെൻഷൻകാർക്ക് 1,000 രൂപ ഉത്സവ ഭത്തയും നൽകണം. ബോണസും ഉത്സവ ഭത്തയും ലഭിച്ചവർ അടക്കം എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ആവശ്യപ്പെട്ടാൽ 20,000 രൂപ വരെ കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാലും ഓണം സെപ്റ്റംബർ ആദ്യമായതിനാലും ശമ്പളത്തിന് പുറമെ അഡ്വാൻസ് കൂടി നൽകണോ എന്നാണ് സർക്കാർ ആലോചിച്ചു വരുന്നത്.